കിച്ചാമണി എംപിയെ സുരേഷ് ഏട്ടൻ്റെ രാജമാണിക്യമാണെന്ന് തോന്നുന്നു ഉദ്ദേശിച്ചത്. ഈ പടം ഒരു മോശം ചിത്രമാണോ അതോ നല്ല ചിത്രമാണോ എന്ന് ഇപ്പോഴും ഡൗട്ടാണ്. എന്നാൽ ഇപ്പോഴും കാണാറുള്ള ഒരു മൂവിയാണിത്. അതുവരെ ചെയ്ത സുരേഷ് ഏട്ടൻ്റെ മൂവികൾ പോലെയല്ല ഇത്. പുള്ളി നന്നായി കോമഡി ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ നമുക്കത് തന്നെയാണ് ഒരു കല്ലുകടിയും. പുള്ളി ആ സൈസ് വെച്ചിട്ട് എന്തോ കാണുമ്പോൾ നമുക്ക് ചിരി വരും. പക്ഷേ കോമഡി കണ്ടിട്ടില്ല, ഇത് എന്ത് ആണെന്ന് കരുതിയാണെന്ന് മാത്രം. ഈ പാട്ട് ഇപ്പോഴും കേൾക്കാറുണ്ട്. വൈബ് സാധനമാണ്. പക്ഷേ എനിക്കത് കാണുമ്പോൾ ഇപ്പോഴും ചിരി വരും. SGയുടെ കാട്ടിക്കൂട്ടൽ കണ്ടിട്ട്. പുള്ളിയും മാസിൽ നിന്നൊരു മാറ്റം പോലെ ചെയ്തതായിരിക്കും. പക്ഷേ അന്ന് നല്ല പരാജയമായിരുന്നു സിനിമ. കൊച്ചിയാനിബയ്ക്കയുടെ കഥാപാത്രം അടിപൊളിയാണ്. അദ്ദേഹം നൈസായിട്ട് അത് ചെയ്തിട്ടുണ്ട്. SG മൂവികളുടെ രീതിയിൽ തന്നെ പുള്ളിയുടെ കിച്ചാമണി എന്ന കഥാപാത്രത്തിന് കോമഡി ഒഴിവാക്കി നല്ലൊരു ആക്ഷൻ മൂഡിൽ എടുത്തിരുന്നെങ്കിൽ നല്ലതാകുമായിരുന്നു. അന്നത്തെ പതിവ് പോലെ കോമഡിക്ക് കൂടെ വേറെ ആളുകളുണ്ടല്ലോ. കാണുമ്പോൾ തന്നെ കോമഡി പീസ് ആണെന്ന് തോന്നുന്ന ഒരു ഹെയർ സ്റ്റൈലും ആ പാട്ടിൽ ഇടയ്ക്ക് എന്ത് കിടില ലുക്കാണ്. ആ മനുഷ്യനാണ് കോമാളി ലുക്കിൽ പടത്തിൽ മൊത്തം വന്നിരിക്കുന്നത്. ആ ഇടയ്ക്ക് മിക്ക പടത്തിലും പുള്ളി ഒരു ചേഞ്ചിന് വേണ്ടിയാവും അളിഞ്ഞ ഹെയർ സ്റ്റൈലുമായി വരുമായിരുന്നു. സ്മാർട്ട് സിറ്റി, ഡിറ്റക്റ്റീവ്, ടൈം പോലുള്ള സിനിമകൾ.